എല്ലാവർക്കും ടെക് വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇൻട്രാ V30 പിക്കപ്പാണ്. ഇത് ടിപ്പർ മോഡലാണ്. ടിപ്പർ V30 AC ഇല്ല, നോൺ AC വണ്ടിയാണ്. അതിൽ ബോഡി പണിയാൻ വേണ്ടി നമ്മൾ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ബോഡി 3 ടൈപ്പ് ബോഡികളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഈ ബോഡി. ഈ ടൈപ്പ് ബോഡിക്ക് എന്ന് വെച്ചാൽ ബാക്ക് ഓപ്പണാണ്, രണ്ട് സൈഡും ഓപ്പണുമാണ്. അതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ടിപ്പർ സാധാ വലിയ ബോഡി ടിപ്പർ കണക്ക് ബാക്ക് ടിപ്പ് പൊക്കുന്ന സമയത്ത് ബാക്ക് ഓട്ടോമാറ്റിക് പൊങ്ങി സാധനം വെളിയിലേക്ക് പോകും. പിന്നെ അല്ലാതെ നമുക്ക് 3 സൈഡും ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഈ ടിപ്പർ ഈ മോഡലിൻ്റെ ഇത് ആംഗ്ലറാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു മോഡലാണ്, രണ്ടാമത്തെ മോഡൽ. ഇതിൻ്റെ ടോപ്പിൽ മാത്രമേ ആംഗിളുള്ളൂ. ബേസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ സ്ക്വയർ ട്യൂബ് വെച്ച് വെൽഡ് ചെയ്ത് ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഈ ടൈപ്പ് ബോഡിക്ക്. ഫുള്ള് C ചാനൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടും. പിന്നെ സൈഡ് ഓപ്പണാണ്. ഇതുപോലത്തെ ചെയ്സുകൾ ഇറക്കിയിട്ടാണ്. ഇവിടെ ഒരുപാട് ചെയ്സുകൾ വന്ന് കിടപ്പുണ്ട് ഈ ഇൻട്രാ V30യുടെ. അതിൽ ഇത് 5 ടണ്ണിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ആ ടിപ്പ് പൊക്കുന്ന ഇത്. അതിന് 5 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ ഒന്നാമത്തെ മോഡലിൻ്റെ സൈഡിൽ ഇതാണ് അതിൻ്റെ ഹിഞ്ചസ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്സ്, ഈ ചെയ്സിനകത്ത് എക്സ്ട്രാ ഒരു ചെയ്സ് വെച്ചിട്ടാണ് ടിപ്പർ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രെയിം വർക്ക്, ഇത് കമ്പനി ഫ്രെയിമാണ്. ഇതിൻ്റെ മുകളിലാണ് എക്സ്ട്രാ ഫ്രെയിം വെച്ചതിന് ശേഷമാണ് ബോഡി പണിഞ്ഞെടുക്കുന്നത്. ഇതാണിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോഡി. ഇതാണ് മൂന്നാമത്തെ ബോഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 സൈഡ് ഓപ്പണാണ്. ആ ബാക്ക് ഹിഞ്ചസ് ഇല്ലാത്ത ടൈപ്പ്. ഫ്രണ്ടിൽ ആംഗിളർ C ചാനൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. സൈഡ് ഫുൾ ഓപ്പണാണ്. ബാക്കിൽ മറ്റേ ആ ഹിഞ്ചസ് വരത്തില്ല. നേരത്തെ കണ്ട ബോഡിയിൽ മോഡൽ 1ൽ കിടന്ന ഹിഞ്ചസ് ഇല്ല. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ ബോഡി പണിഞ്ഞിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ. അതായത് ചെയ്സിൻ്റെ മേളിൽ ബോഡി കെട്ടിയിരിക്കുന്നതാണ്. ഇതേപോലെ ആ വൈറ്റ് കളറ് കമ്പനി ചെയ്സാണ്. അതിൻ്റെ മേളിൽ നമ്മൾ ആംഗിൾ C ചാനൽ വെച്ചിട്ട് ഫ്രെയിം വർക്ക് ചെയ്ത് അതിൻ്റെ മേളിലാണ് ഈ ബോഡി ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫുള്ളി ഓപ്പണബിളാണ്. ഓപ്പൺ ചെയ്ത് സാധാരണ നോർമൽ പിക്കപ്പിൻ്റെ ബോഡി പോലെ ഇരിക്കും. ഇതിൻ്റെ ഫ്ലോർ നമ്മൾ 4mm തകിടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 5mm യൂസ് ചെയ്യുന്ന ബോഡികളും ഉണ്ട്. നമ്മൾ മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയും 4mm യൂസ് ചെയ്തിട്ടുണ്ട്. 5mm ആകുമ്പം പാറ അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ. നമ്മൾ ഈ ചെറിയ വണ്ടിക്കകത്ത് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കിയതും. അപ്പോൾ അത്രയും വെയിറ്റ് കുറഞ്ഞിരിക്കും, ഒരു 70 കിലോളം കുറഞ്ഞിരിക്കും. ഇതേപോലെ ഫ്രെയിം ചെയ്ത് U ക്ലാമ്പിട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് ഇത് ഇളക്കി മാറ്റണമെങ്കിലും ഇളക്കി മാറ്റാൻ പറ്റും. ഇതേപോലെയാണ് ബോഡി പണിയുന്നത്. വെളിയിൽ വെച്ചിട്ടാണ് ഫ്രെയിം വർക്ക് ചെയ്ത് ബോഡി സെറ്റാക്കുന്നത്. ഇതാണ് ആ ബാക്ക് ഓപ്പണ്. ബാക്ക് ഡബിൾ ടൈപ്പ് ഓപ്പണാണ്. ഒന്ന് ഇതേപോലെ ഫുള്ളി ഓപ്പൺ ആവും. വണ്ടി പൊക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓപ്പണായി വീഴും. അല്ലാതെ നമുക്ക് സാധാരണ ലോഡ് കയറ്റാൻ വേണ്ടി അത് തുറക്കാൻ പറ്റും. ഇതിപ്പോൾ 4mm തകിട് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ജോയിൻറ്റ് വരുന്നത്. 5mm തകിടാണെങ്കിൽ ഒരു ജോയിൻറ്റും ഇല്ല, ഫുൾ വിഡ്ത്തിന് വരും. 5 അടി വിഡ്ത്തുള്ളത് കൊണ്ട് അതങ്ങനെ വരും. ഇതേപോലത്തെ ഫ്രെയിമിനകത്ത് ചെയ്സിനകത്ത് ഫ്രെയിം കയറ്റി ആ സൈഡിൽ വെച്ച് കാണുന്നില്ലേ, അതേപോലത്തെ ഫ്രെയിം ചേർത്താണ് ഇതിനകത്ത് പണിയുന്നത്. ഫ്രെയിം പണിഞ്ഞിട്ടാണ് ഇതിനകത്ത് വെക്കുന്നത്. അവസാനത്തെ ലുക്ക് ഇതേപോലെ പെയിൻറ്റിങ് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. ഇതതിൻ്റെ സെൻസറുകളാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഹിഞ്ചസ് ആണ്. അതായത് വണ്ടി പൊങ്ങുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക് പൊങ്ങി ലോക്ക് വീഴാൻ വേണ്ടിയിട്ട് ഓട്ടത്തിൽ തെറിച്ച് പോകാതിരിക്കാൻ ലോക്കും സെറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ടിപ്പറിൻ്റെ മോഡലിൽ തന്നെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ മെഷീനാണ്. ഇതാണ് മോട്ടർ. ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന മോട്ടറാണ്. ഇതിന് അങ്ങനത്തെ ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടി അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ ബാറ്ററി ഡൗൺ ആവത്തില്ല. ആ രീതിയിൽ ചെയ്യാം. മിനി ടിപ്പറിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി ഇതിൻ്റെ ബാലൻസ് വീഡിയോകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.
പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.